ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. വിൽപത്രത്തിൽ താൻ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് സേതുമാധവൻ. ദത്തെടുത്ത കുട്ടികൾക്കൊന്നും സ്വത്തിന്റെ അവകാശം നൽകേണ്ട കാര്യമില്ലെന്ന് അവന്തിക പറയുമ്പോൾ അത് അച്ഛൻ തീരുമാനിച്ചോളുമെന്ന് അർച്ചന പറയുന്നു. ഇത് കേൾക്കുന്ന സേതുമാധവൻ പറയുകയാണ്, അർച്ചനയും സച്ചിയും കൂടി ദത്തെടുത്ത കുട്ടിക്ക് എന്റെ സ്വത്തിൽ യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കില്ല. എന്നാൽ അർച്ചനയ്ക്കും സച്ചിക്കും ഞാൻ നൽകുന്ന സ്വത്തുക്കള് അവരാ കുഞ്ഞിന് കൊടുക്കുന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ല. അച്ഛന്റെ സ്വത്തുക്കളിലൊന്നും ഒരവകാശവുമില്ലെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ലെന്ന് നന്ദൻ പറയുന്നു. പിന്നെ കുട്ടികളില്ലാത്തവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ സ്വത്തിന്റെ പകുതി മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഡിവോഴ്സ് ചെയ്തു പോയാലേ പിന്നെ അവർക്ക് എന്റെ കുടുംബത്തിന്റെ സ്വത്തിൽ യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. ഇതെല്ലാം കേട്ടതിന് ശേഷം നന്ദൻ പറയുകയാണ്, വിൽപത്രം മാറ്റി എഴുതിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കിപ്പോ നന്നായി തന്നെ മനസ്സിലായി. അച്ഛനൊരു കാര്യം ചെയ്, എനിക്കുള്ള സ്വത്തിന്റെ പാതി സ്നേഹയ്ക്ക് എഴുതി കൊടുത്തേക്ക്, എനിക്കൊരു കുഴപ്പവുമില്ലെന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അതിനച്ഛൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എൻ്റെ അച്ഛൻ എന്താ പറയുന്നതെന്ന് നിന്നെക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാകുമെന്ന് ദേഷ്യത്തോടെ നന്ദൻ പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് സേതു അവിടെ നിന്ന് പോകുമ്പോൾ നന്ദൻ പറയുകയാണ്, ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനവും സന്തോഷം കിട്ടുമെങ്കിൽ എനിക്ക് സ്വത്തിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു താല്പര്യവുമില്ല. ഡിവോഴ്സ് ചെയ്യാനുള്ളതാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ ഞെട്ടലോടെ ഇരിക്കുകയാണ് അവന്തിക. അയാളുടെ സന്തോഷം എന്താണെന്ന് എനിക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട്. എല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് ദേഷ്യത്തോടെ അവന്തിക മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുമാധവൻ അർച്ചനയെ വിളിപ്പിക്കുന്നതാണ്. മോളെ, ഞാൻ പറഞ്ഞതൊന്നും അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നല്ലേ? ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായം ഇല്ലേ അച്ഛാ എന്ന് അർച്ചന ചോദിക്കുന്നു. ഞാൻ അച്ഛൻ്റെ മരുന്നെടുത്തിട്ട് വരാമെന്ന് അർച്ചന പറയുമ്പോൾ സേതു പറയുകയാണ്, മോള് നിൽക്ക്, എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. മാഷ് വിളിച്ചിരുന്നു, മോള് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു. അതച്ചാ ഫോൺ കുത്തിയിട്ടിരിക്കുകയാണെന്ന് അർച്ചന പറയുമ്പോൾ നാളെ അവര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നും കൂടെ ചിലപ്പോൾ കുടുംബ ജോത്സ്യനുണ്ടാകുമെന്നും സേതുമാധവൻ പറയുന്നു. അതേസമയം ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു അവന്തിക. നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം നോക്കിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടി ജോത്സ്യന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു ആൺകുഞ്ഞിനെ കിട്ടുമെന്ന പ്രശ്നവിധിയിൽ പറഞ്ഞത്. അതിന് ഞങ്ങൾ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല അച്ഛാ. ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് മാത്രമാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതൊക്കെ ശരി തന്നെ എന്ന് കരുതി നിങ്ങൾക്ക് വേണ്ടി ഒരു പൂജ നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. കൂടാതെ നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. എന്താണെങ്കിലും നാളെ തന്നെ പൂജ നടക്കട്ടെ എന്ന് പറഞ്ഞ് സേതു അവിടെ നിന്ന് പോകുമ്പോൾ അവന്തിക അർച്ചനയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. കൊള്ളാലോ, ഇനി എന്തൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നത്? പൂജയോ അതോ മന്ത്രവാദമോ? ഒരു ബലികർമ്മം കൂടി കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും അവന്തിക പറയുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, നിങ്ങളെന്താ എന്നെ പരിഹസിക്കുകയാണോ? നിങ്ങളും നന്ദനും തമ്മിൽ നല്ല രീതിയിൽ ജീവിക്കാത്തതിന്റെ കാരണവും നിങ്ങൾ തന്നെയാ. നിങ്ങൾ ചെയ്ത പഴയ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. പഴയ കാര്യങ്ങളെല്ലാം പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞ് സ്നേഹിച്ചു നോക്ക്. അപ്പോൾ ചിലപ്പോൾ നന്ദേട്ടനും നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങും. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ കാര്യം നോക്കാന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിക്കും അർച്ചനയ്ക്കും വേണ്ടിയുള്ള പൂജ നടക്കുന്നതാണ്. ഇവർക്ക് രണ്ടുപേർക്കും രാജകുമാരനെ പോലെ ഒരു കുട്ടി ജനിക്കും. പക്ഷേ അതിന് ചില കടമ്പകൾ കടക്കേണ്ടതായി ഉണ്ട്. പരിഹാരകർമ്മങ്ങൾ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാമെന്ന് അനുവും സേതുവും കൂടി പറയുമ്പോൾ ജോത്സ്യൻ പറയുകയാണ്, അങ്ങനെ ചെയ്യാനായിട്ട് ഇവര് പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതൊരു വഴിപാടാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വേണം അത് ചെയ്യാൻ. വെള്ളിയാങ്കരി മലമുകളിൽ വനദുർഗയുടെയും അർദ്ധനാരീശ്വരന്റെയും ഒരു ക്ഷേത്രമുണ്ട്. വഴിപാടുകൾ നടത്തേണ്ടത് അവിടെയാണെന്ന് തിരുമേനി പറയുമ്പോൾ അവന്തിക ചോദിക്കുകയാണ്, ഈ വഴിപാടെല്ലാം നടത്തിയാൽ കുട്ടികളുണ്ടാകുമെന്ന് ഉറപ്പല്ലേ തിരുമേനി? എന്താ സംശയം? ആ മല കയറി വഴിപാട് നടത്തിയവർക്കെല്ലാം തന്നെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലേ എനിക്കും ഈ വഴിപാട് ചെയ്യണമെന്ന് അവന്തിക പറയുമ്പോൾ ജോത്സ്യൻ പറയുകയാണ്, അങ്ങനെ എല്ലാവർക്കുമൊന്നും ഈ വഴിപാട് അങ്ങ് ചെയ്യാൻ പറ്റും. അവിടെ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ജോത്സ്യൻ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നും ഞാൻ എന്താണെങ്കിലും ഇവരുടെ കൂടെ പോയിക്കോളാമെന്നും അവന്തിക പറയുന്നു. തുടർന്ന് കമൽ അതിനെ എതിർക്കുമ്പോൾ അർച്ചന പറയുകയാണ്, തിരുമേനി ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ഒന്ന് നോക്കാമോ? ഇത് കേൾക്കുന്ന തിരുമേനി നോക്കിയതിനു ശേഷം പറയുകയാണ്, ഇയാൾക്കും കൂടെ പോകാം. പക്ഷേ ഇന്നേ വരെ ആ മലമുകളിൽ കയറി ഒരു സ്ത്രീയും പൂജ നടത്തിയിട്ടില്ല. ഇതുവരെ ആർക്കും അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ലെന്ന് തിരുമേനി പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എൻ്റെ തിരുമേനി ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാ. എന്നാൽ ഞാനും ഇവരുടെ ഒപ്പം പോകാമെന്ന് അനൂപ് പറയുമ്പോൾ എല്ലാവരും അതിന് സമ്മതം മൂളുകയാണ്. ഇത് കേൾക്കുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, എങ്ങനെയെങ്കിലും ഇവരുടെ യാത്ര ഞാൻ മുടക്കാൻ ശ്രമിക്കുമ്പോൾ ഇവൻ എന്തിനാ ഇപ്പോൾ ഇടയ്ക്ക് കയറുന്നത്? തുടർന്ന് അനൂപ് വരണ്ടെന്ന് അവന്തിക പറയുമ്പോൾ അനൂപ് എന്താണെങ്കിലും നിങ്ങളുടെ കൂടെ വരട്ടെ എന്നും അതിൽ എനിക്ക് സമാധാനം കിട്ടുമെന്നും സേതുമാധവൻ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.